ഹായ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നവംബർ 11-ാം തീയതിയിലെയും 12-ാം തീയതിയിലെയും കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കി തുടങ്ങാം. അതിനു മുമ്പായിട്ടൊരു കാര്യം, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു ബുക്കിലോ ഡയറിയോ എടുക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പഠിക്കുക. നമ്മുടെ നവംബർ 1-ാം തീയതി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതിനകത്ത് പ്ലേലിസ്റ്റ് കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് 1-ാം തീയതി മുതലുള്ളത് അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രം ഇതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരുപാടൊന്നുമില്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഒരു 3 നമ്മളങ്ങനെ വോയിസ് ചേർത്തിട്ടില്ല, ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ. ബാക്കി പിന്നീട് അങ്ങോട്ടാണ് വോയിസ് ഉൾപ്പെടെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തിട്ട് അത് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനം. നവംബർ 11 നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുക. ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭാവി രൂപീകരിക്കുന്നതിന് വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുക എന്നതാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമാണെന്ന് നവംബർ 11 നമ്മളുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ പോയിന്റ് നോക്കാം. 2024 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP29 എന്നാണ് പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം. അപ്പോൾ 2024 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത് അസർബൈജാനിലെ ബാക്കുവിലാണ്. എവിടെയാണ്? അസർബൈജാനിലെ ബാക്കു. അപ്പോൾ COP29 വേദി എന്ന് പറയുന്നത് അസർബൈജാനാണ്. അസർബൈജാനിലെ ബാക്കുവിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ഇതിന് മറ്റൊരു പേരുണ്ട്, ഫിനാൻസ് COP എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഫിനാൻസ് COP എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം കാലാവസ്ഥാ ആഘാതങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പുതുതായി കാലാവസ്ഥാ സാമ്പത്തിക ഫണ്ട് രൂപീകരിക്കുക എന്നതാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഇതിനെ ഫിനാൻസ് COP എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? COP29 നടക്കുന്നത് അസർബൈജാനിലെ ബാക്കുവിലാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. നമ്മളുടെ 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ജേതാക്കൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. 2024 സംസ്ഥാന സ്കൂൾ കായികമേള ജേതാക്കൾ തിരുവനന്തപുരമാണ്. നമുക്കറിയാം 2024 സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്ന എവിടെയാണെന്ന് നമ്മൾ മുന്നേ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേദി, ഇത് ജേതാക്കൾ. അപ്പോൾ 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ജേതാക്കൾ ആരാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് നോക്കാം. ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് ഷിഗേരു ഇഷിബ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ജപ്പാന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബയാണ് ജപ്പാനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. മുമ്പ് അദ്ദേഹമായിരുന്നു, വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? ഷിഗേരു ഇഷിബ. ഇനി നമുക്ക് നവംബർ 12 ഒരു പ്രത്യേകത നോക്കാം. നവംബർ 12 എന്ന് പറയുന്നത് പൊതുജന സേവന പ്രക്ഷേപണ ദിനമാണ്. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എന്ന് പറയും. പൊതുജന സേവന പ്രക്ഷേപണ ദിനം, പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ, നവംബർ 12. ഈ ദിനം ആചരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആകാശവാണി സന്ദർശിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും നവംബർ 12 പൊതുജന സേവന പ്രക്ഷേപണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നവംബർ 12 പ്രത്യേകത എന്താണ്? പൊതുജന സേവന പ്രക്ഷേപണ ദിനം, പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ, പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. അപ്പോൾ മഹാത്മാഗാന്ധി ആകാശവാണി സന്ദർശിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും പൊതുജന സേവന പ്രക്ഷേപണ ദിനമായിട്ട് നവംബർ 12 ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് അവസാനമായിട്ട് ആകാശവാണി സന്ദർശിച്ചത് അന്നായിരുന്നു. 2001 മുതലാണ് ഈ നവംബർ 12 പൊതു സേവന പ്രക്ഷേപണ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വാർത്ത നോക്കാം. വിമാന കമ്പനിയായ ക്ലബ്ബ് വിസ്താര, അല്ലെ നമ്മൾ കേട്ടുള്ളതാണ് ക്ലബ്ബ് വിസ്താര. ഇത് നമ്മുടെ എയർ ഇന്ത്യയുമായിട്ട് ലയിച്ചു എന്നാണൊരു വാർത്ത എന്ന് പറയുന്നത്. വിമാന കമ്പനിയായ ക്ലബ്ബ് വിസ്താര എയർ ഇന്ത്യയുമായി ലയിച്ചു.
ഈ ക്ലബ്ബ് വിസ്താര എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെയും സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു സംയുക്ത സംരംഭമാണ് ഈ വിസ്താര എന്ന് പറയുന്നത്. 2015 അത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു, നമ്മുടെ എയർ ഇന്ത്യയുമായിട്ട് ലയിച്ചു. അപ്പോൾ എയർ ഇന്ത്യയുമായിട്ട് ലയിച്ച വിമാന കമ്പനിയാണ് ഏത്? ക്ലബ്ബ് വിസ്താര. ക്ലബ്ബ് വിസ്താര. ഓക്കെ, ഇനി മറ്റൊരു സംഭവം നോക്കാം. നമ്മുടെ ഒരു AI അസിസ്റ്റൻ്റ് ആണ് സ്വാമി ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അതായത് ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നിർമ്മിക്കുന്ന AI അസിസ്റ്റൻ്റ് പേരാണ് ഏത്? സ്വാമി ചാറ്റ് ബോട്ട്. അപ്പോൾ ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് കുറച്ചും കൂടെ സൗകര്യപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്? സ്വാമി ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന AI അസിസ്റ്റൻ്റ്. അപ്പോൾ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നിർമ്മിക്കുന്ന AI അസിസ്റ്റൻറ്റിൻ്റെ പേരാണെന്ത്? സ്വാമി ചാറ്റ് ബോട്ട്. നമ്മുടെ പരീക്ഷയിൽ IT പാർട്ടിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. ഓക്കെ, സ്വാമി ചാറ്റ് ബോട്ട്. ഇനി നമുക്ക് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ ഓരോ എപ്പിസോഡിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇനി നവംബർ 12 മറ്റൊരു പ്രത്യേകത, ലോക ന്യൂമോണിയ ദിനം. ലോക ന്യൂമോണിയ ദിനമായി ആചരിക്കുന്നത് നവംബർ 12 അല്ലേ? നമുക്കിപ്പോൾ അറിയാം, ന്യൂമോണിയ വൻതോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ശ്വാസകോശത്തിൻ്റെ വായുവറകളിൽ രോഗാണുക്കൾ പെരുകി അണുബാധ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ 2024 നവംബർ 12 ലോക ന്യൂമോണിയ ദിനം. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ്. ന്യൂമോണിയ ആരംഭത്തിലെ തടുക്കാം എന്നതാണ് ഈ തവണത്തെ ഈ ന്യൂമോണിയ ദിനാചരണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ലോക ന്യൂമോണിയ ദിനം എന്നാണ്? നവംബർ 12. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ 2 ദിവസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പറയാറുള്ള പോലെ എഴുതി തന്നെ പഠിക്കാം. ഒപ്പം നമ്മുടെ ഗെയിൻ നോളജ് മിഷനിൽ അടുത്ത സെക്രട്ടറി അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കായിട്ടുള്ള ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക. രാവിലെ 6 മണിക്ക് ഒരു ബാച്ച്, രാത്രി 9 മണിക്കത്തെ ഒരു ബാച്ചാണ്. രാത്രി 9 മണിക്കത്തെ ബാച്ച് അഡ്മിഷൻ ഏകദേശം ക്ലോസ്ഡ് ആണ്. രാവിലെ 6 മണിക്കത്തേലേക്ക് ഒരു 3-4 സീറ്റുകളുടെ വേക്കൻ്റ് ഉണ്ട്. അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിടുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, തുടർന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്